ആണ്. കുറെ കാലമായി തിരുവനന്തപുരം സിറ്റി കൂടി ഇങ്ങനെ കറങ്ങിയിട്ട്. അതും ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വിന്റേജ് ബസ്സാണല്ലോ, അപ്പോൾ വിൻഡോ ഒക്കെ വളരെ വലുതാണ്. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് കാറ്റൊക്കെ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ വളരെ വളരെ സ്പെഷ്യലായ 2 ഗസ്റ്റ് ചേരുന്നുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളൊരു ടീച്ചറൊക്കെ ഇട്ടിട്ടാണ് പോയത്, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ ശ്രീമതി പ്രവീണ. ഒപ്പം നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ശബ്ദ മുഖ സാന്നിധ്യമായ ശ്രീ ശോഭി തിലകൻ. രണ്ടുപേരും അതെ ശബ്ദ സാന്നിധ്യമാണ് അല്ലേ, രണ്ടുപേരും വളരെ റിനൗണ്ട് ആയിട്ട് വോയിസ് ആർട്ടിസ്റ്റും കൂടിയാണ്. അതിനപ്പുറത്ത് നമ്മുടെ പ്രിയങ്കരായ താരങ്ങൾ കൂടി അവർ രണ്ടുപേരും ചേർന്നുണ്ട്. പ്രവീണ ചേച്ചി വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നു. ആളുകളൊക്കെ പ്രവീണ ചേച്ചിയെ കണ്ടൊക്കെ വണ്ടി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് KSRTCക്ക് കയറുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു കുട്ടി കയറി എങ്ങനെ ഉണ്ടാകും പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നത്. അതെ അതെ, ഞാൻ കൊടുക്കാം. ഭയങ്കര ഹാപ്പി. അതെ, എന്നുവെച്ചാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കയറിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എത്ര വർഷമായി അല്ലേ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇന്നൊരു നല്ല ദിവസമല്ലേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ആദ്യമേ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിനും എൻ്റെ അഭിനന്ദനങ്ങൾ. എന്തായാലും സാധാരണ സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതി എന്തുകൊണ്ടും സ്വാഗതാർഹം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് സ്ത്രീകൾ, ഈ ചെറിയ ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ചേച്ചിമാരും അമ്മമാരും ഒക്കെ നമ്മുടെ കൺമുന്നിൽ ഒരുപാട് പേരുണ്ടല്ലോ. അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതലും പ്രയോജനം ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞ ഒരു 8,000 രൂപ 10,000 രൂപ ആ ഒരു ശമ്പളത്തിലൊക്കെ ജീവിക്കുന്ന അമ്മമാരും സ്ത്രീകളും നമ്മുടെ സിറ്റിയിൽ ഒത്തിരി ഉണ്ട്, ഒരുപാട് പേര്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ രാവിലെ ബസ്സിൽ കയറി പോണു അല്ലേ, 10 രൂപ എന്ന് വെച്ചോ, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും 15 രൂപ എന്ന് വെച്ചോ, 30 രൂപ ദിവസം പോയാൽ തന്നെ അത് സേവ് ചെയ്താൽ, ഈ 30 ദിവസം അവർക്ക് സേവ് ചെയ്താൽ തന്നെ എത്ര രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. എനിവേ അതൊരു വളരെ സന്തോഷകരമായ സ്വാഗതാർഹമായ ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ. പിന്നെ ഒരു ചെറിയ ആശങ്കയുണ്ട് എനിക്ക്, കാരണം ഇത്രയും ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിലും ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാർ, എൻ്റെ കൂടെ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണം. നമ്മളെല്ലാവരും ജനങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണം, എന്നാലേ ഈ പദ്ധതി സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാ പദ്ധതികളിലും കാണും. അതിന് നമ്മൾ കുറ്റപ്പെടുത്താതെ, ഒരുപാട് വിമർശിക്കാതെ, ആക്ഷേപിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല നല്ല വിമർശനങ്ങളാവാം, ഉപദേശങ്ങളാവാം, പിന്നെ സജഷൻസ് ആവാം. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മളെല്ലാവരും ജനങ്ങൾ, സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും, കേരളത്തിലെ ജനങ്ങൾ കൂടെ നിന്ന് സർക്കാരിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതൊരു സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആശങ്ക, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനത്തെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോ ഈ സാധനമൊക്കെ നമ്മുടെ മനസ്സിൽ കെടുക്കുന്നത് കൊണ്ട് ഇത് യാഥാർത്ഥ്യമാവില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ആക്കിയേ പറ്റുള്ളൂ, കാരണം മുന്നോട്ട് വെച്ചു പോയില്ലേ. അത് നമ്മളെല്ലാവരും, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, അതിന്റെ കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ഇപ്പൊ എത്ര നാളായി KSRTCയിൽ കയറിയിട്ട്? ഈ പ്രത്യേകിച്ച് ഈ വിന്റേജ് വണ്ടി കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കൂടി കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുക. ഞാൻ പഠിച്ചതൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്. എൻ്റെ അച്ഛൻ അവിടെ ചങ്ങനാശ്ശേരി NSS കോളേജിൽ പ്രൊഫസറായിരുന്നു. എൻ്റെ കോളേജ് +2 വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പം സ്കൂൾ തലങ്ങളിലൊക്കെ പഠിക്കുമ്പം ഇതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ബസ്സിൽ പോയിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മയല്ലാതെ അമ്മൂമ്മയുടെ കൂടെയൊക്കെ ആറന്മുള പത്തനംതിട്ട പോയിട്ടുണ്ട്. ശരി, ഇറങ്ങാണോ? എത്ര വർഷമായിട്ടുണ്ടാവും അല്ലേ അതിനുശേഷം ബസ്സിൽ ഇങ്ങനെ കയറുക, അതിന്റെ ഒരു വിന്റേജ് വണ്ടി, പ്രത്യേകിച്ച് ഈ വിന്റേജ് വണ്ടി കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഉണ്ടാവില്ല, നേരത്തെ ചെറുതായി അത് മൂളുകയും ചെയ്തു. ഇവിടെയാണ് മൂളിയത്. എല്ലാവർക്കും കൂടെ പാടാം അല്ലേ? പ്രവീണ ചേച്ചി പാടും, ഉറപ്പല്ലേ? ഉറപ്പായിട്ട് നമ്മൾ ഈ ബസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോൾ സൈഡ് വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് വരും അല്ലേ ശോഭ ചേട്ടാ? ഉറപ്പായിട്ടും വരില്ലേ? ഏത് പാട്ടാ വരുന്നേ? അല്ലല്ലോ. ഞാൻ 2-3 ഓപ്ഷൻസ് തരാം, അതേതെങ്കിലും പറയണേ. ഇല്ല, ഞാൻ ഒരെണ്ണം പറയാം. ഞങ്ങൾ ഈ വണ്ടി വെച്ചിട്ട് ഒരു പ്രൊമോ ചെയ്തപ്പോ അതിന്റെ ഒരു ടൈറ്റിലായിട്ട് കൊടുത്ത പാട്ട് വെള്ളാര പൂമലമേരെ ആയിരുന്നു. അത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ആ പാട്ടാവാം. പാടാം. വെള്ളാര പൂമലമേലെ ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണം വീശി ആകാശപ്പൂമുടി ചൂടി
മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. ശോഭിച്ചേട്ടൻ നന്നായിട്ട് പാടും. ഗംഭീരമുള്ള ശബ്ദത്തിൽ ആ പാട്ടൊന്ന് എന്റെ ബാക്കി ഏതെങ്കിലും ഒരു രണ്ടുപേര് ഒരു മൂടൊക്കെ അല്ലേ? ഇല്ല ശരി, ആ പാട്ട് തന്നെ ഗാംഭീര്യത്തോടെ. തള്ളു തള്ളു അത് വേണ്ട. ആ ശരി ശരി, ശോഭിച്ചേട്ടൻ ആ പാട്ട് പാടാം. അല്ല ഇത് പന്നാസ് വണ്ടി ആയിരിക്കില്ല, സൂപ്പർ വണ്ടി വണ്ടി ആയിരിക്കാം, ആകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്.